ലാൻസലാം ദൃശ്യം 3 ഇറങ്ങാൻ ഇനിയും 40 മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയാണ്. നമുക്ക് ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. ഡേ 1-ൽ തീപ്പൊരി പോലെ കളക്ഷൻ കൂടുന്ന കാഴ്ച. മണിക്കൂറിൽ 4500 മുകളിലുള്ള ടിക്കറ്റുകളാണ് മോർണിംഗ് സെക്ഷനിൽ തന്നെ ഇപ്പോൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഫൈനലായി രാത്രിയിൽ വന്നത് 5800-നടുത്തുള്ള ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിൽ വിറ്റുപോകുന്നു. ഇപ്പോൾ കളക്ഷൻ 17 കോടിക്ക് മുകളിൽ 17.5 കോടി കടന്നിരിക്കുന്നു വേൾഡ് വൈഡായിട്ട് ആദ്യ ദിനത്തെ എന്നുള്ളതാണ് പുറത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. കേരളത്തിൽ നിന്ന് 5.5 കോടിയും കടന്ന് ഫാൻ ഷോ ഉൾപ്പെടെ വരുമ്പോൾ 6 കോടിക്ക് അടുത്തേക്ക് എത്തുന്നു എന്നുള്ള വാർത്തയുമാണ് വന്നിരിക്കുന്നത്. എന്തായാലും അവസാന മണിക്കൂറുകളിൽ തീ പടർത്തുന്ന പോലെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുവരെ നമ്മൾ ഒരു പതുങ്ങിയ താളത്തിൽ ഈ സിനിമ വന്നുവെങ്കിൽ ഇതിന് മുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ച. 1779 ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത്. അത്രത്തോളം നമുക്ക് 3 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ള കാര്യങ്ങൾ കാണാൻ കഴിയുന്നു. ഇവിടെ നമ്പർ 1 ആയി നിൽക്കുന്നത് എമ്പുരാനാണ്. എമ്പുരാൻ്റെ കളക്ഷൻ തീർക്കുമോ എന്നുള്ള ചോദ്യമാണ് മുന്നിൽ നിൽക്കുന്നത്. മണിക്കൂറുകൾ ഇനിയും ബാക്കി നിൽക്കുമ്പോൾ ഇത് മോഹൻലാലാണ്. ഒപ്പം തുടരും ഈ ഒരു വിജയഗാഥ എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ 3ാമത്തെ ചിത്രം വരുമ്പോൾ അത് ഏവരെയും കോരിത്തെരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രം തന്നെ ആയിരിക്കും. ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിത്രമായിരിക്കും. കാരണം അതിൻ്റെ ദൈർഘ്യം അതേപോലെ തന്നെയാണ്. 2 മണിക്കൂറും 39 മിനിറ്റും വലിച്ചു നീട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമ്മളെ മുൾമുനയിൽ നിർത്തുന്ന ഒരു ചിത്രമായിരിക്കും എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. ഇനി നമുക്ക് അഡ്വാൻസ് സെയിലിൻ്റെ കാര്യങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ വിദേശ രാജ്യത്തും 2 കോടിക്ക് അന്യ സംസ്ഥാനത്ത് 2 കോടിക്ക് മുകളിലേക്കുള്ള കളക്ഷനിലേക്ക് എത്തുകയാണ്. അതിൽ തന്നെ ലീഡ് ചെയ്യുന്നത് കർണാടകയാണ്. 80 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രീ സെയിൽ ഈ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് ദൃശ്യത്തിൻ്റെ അടുത്ത കാര്യങ്ങളിലേക്കൊന്ന് കിടക്കാം. ദൃശ്യത്തിൻ്റെ ഇതുവരെയുള്ള പ്രീ സെയിൽ നമുക്ക് ട്രാക്കേഴ്സ്, പ്രശസ്ത ട്രാക്കേഴ്സായ വാട്ട് ദ ഫസ്റ്റ് പുറത്ത് ഇട്ടിരിക്കുന്ന അനുസരിച്ചിട്ട് 5,10,94,000 രൂപയോളമാണ് ഇന്നലെ വരെയുള്ള കണക്കുകളിൽ വന്നിരിക്കുന്നത്. 18-ാം തീയതി ഇന്ന് വീണ്ടും അതിന് മുകളിലേക്കുണ്ട്. USA കാര്യങ്ങളിലേക്കൊന്ന് നോക്കാം. USA തിയേറ്റർ ലിസ്റ്റിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ 275-ന് മുകളിലുള്ള ലൊക്കേഷനാണ്. അതിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റായി നമ്മൾ കാണേണ്ടത് തെലുങ്ക് വെർഷന് 100-ലധികമുള്ള ഒരു ലൊക്കേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു മലയാളം സിനിമ തെലുങ്ക് ഡബ്ഡ് വേർഷന് കിട്ടുന്ന റേഞ്ച് എന്ന് ആലോചിച്ച് നോക്കുക. ബുക്കിംഗ് നമുക്ക് കാണാൻ കഴിയുന്ന $200,000 മുകളിലേക്ക് നേടിയതായിട്ട്. ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് സെയിലിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ $300,000 അടുത്തേക്ക്, അതായത് $290,000 കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നലത്തെ റിപ്പോർട്ടുകളാണ്. അപ്പോൾ ഇന്ന് വരുമ്പോൾ അതിന് മുകളിലേക്ക് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പിക്കാം. ഇതെല്ലാം ഒഫീഷ്യലി കൺഫേം തന്നെയാണ്. ഈ USA-യും പുറത്തുനിന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. ഇനിയും നമ്മൾ കാത്തിരിക്കുന്നത് ടോട്ടൽ വീക്കെൻഡിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലഭിച്ച കണക്കുകൾ പ്രകാരം 24 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം നമ്മൾ തംബ്നെയിലും കാര്യങ്ങളുമൊക്കെ കൊടുക്കുമ്പോൾ. അതായത് ആദ്യ ദിനത്തെ കളക്ഷനും ആദ്യ ആഴ്ചത്തെ കളക്ഷനുമാണ്. അതായത് പ്രീ സെയിലിലൂടെ ഒരാഴ്ചത്തെ ബുക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് വെളിവാക്കുകയാണ്. അതായത് ആദ്യ ദിനത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 17.5 കോടി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 3 മണിക്കൂർ മുമ്പുള്ള കണക്കുകളാണ്. ആദ്യ ദിനം ഏകദേശം 5.5 കോടിയോളം ഫാൻ ഷോ ഇല്ലാതെ എത്തിയെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. അതുകൂടാതെ വേൾഡ് വൈഡായിട്ട് വീക്കെൻഡിൽ സിനിമ അല്ലെങ്കിൽ ആദ്യ ആഴ്ചയിൽ സിനിമയ്ക്ക് കിട്ടുന്നത് 24 കോടി ഇപ്പോൾ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. തീർച്ചയായും എമ്പുരാൻ്റെ മുകളിലേക്ക് പോകട്ടെ എന്നുള്ള ആശംസിക്കുകയാണ്. സെക്കൻഡ് പകുതി ആദ്യ പകുതി 1 മണിക്കൂർ 9 മിനിറ്റും 2ാം പകുതി 1 മണിക്കൂർ 29 മിനിറ്റുമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ. അപ്പോൾ ഇന്നത്തോടെ ആദ്യ ദിനത്തെ കളക്ഷൻ 20 കോടി കടക്കും. നാളെ കൊണ്ട് 25 കോടി കടക്കുമെന്ന് ഉറപ്പിക്കാം. വീഡിയോ